യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്കും സൗഖ്യപ്രാർത്ഥനയിലേക്കും വലിയ സ്നേഹത്തോടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. കർത്താവെന്ന് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുകയാണ്. അത്ഭുതങ്ങളുടെ ദൈവം, ശക്തനായവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മെ സഹായിക്കുന്ന, നമ്മളെ വഴി നടത്തുന്നവൻ, നമ്മെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം യേശുവിൻ്റെ നാമത്തെ വിളിച്ച് സ്തുതിക്കാം. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആത്മാവിനെ അയക്കണമേ, അഭിഷേകം പകരണമേ, ഉന്നത കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ. ദൈവ സ്നേഹത്തിൻ്റെ അഗ്നികുടികൾ നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തികുടികൾ നിറയട്ടെ, കൃപാവരങ്ങളാൽ ഞങ്ങൾ ഉജ്ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഉപവാസത്തിൻ്റെ ആവശ്യം എന്താണ്, ഉപവസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്താണ്. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ, അതുപോലെ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലും യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഈ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നതിലൂടെ വലിയൊരു ആത്മീയ ശക്തി, ദൈവീക ശക്തിയുടെ നിറവ് നമുക്ക് ലഭിക്കുക. ആ ഉപവാസ ദിവസങ്ങളിൽ, ഉപവാസം കഴിഞ്ഞ സമയമായപ്പോൾ സാത്താൻ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് കടന്നു വന്നു. സാത്താന്റെ എല്ലാ പരീക്ഷകളെയും യേശു തകർത്ത് അവനെ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സാത്താന്റെ ശക്തിയെ തോൽപ്പിക്കണമെങ്കിൽ, ആത്മീയ ജീവിതം കൂടുതൽ കൃപാവരങ്ങൾ നിറഞ്ഞതാവണമെങ്കിൽ, ദൈവശക്തിയുടെ നിറവ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചേ മതിയാവത്തുള്ളൂ. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഒത്തിരിയേറെ ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി തരുന്നവനാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ എസ്രായും നെഹെമ്യായും ഒക്കെ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നെഹെമ്യയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെ വചനങ്ങൾ. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ ജനം ഒന്നിച്ചുകൂടി അവർ സമ്മേളിച്ചു. എന്തിനാണെന്നറിയാമോ? ഉപവസിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി. അവർ ചാക്കൊടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ ചാക്കൊടുത്തു, അതായത് അവര് എളിമപ്പെടുകയാണ്. തലയിലേക്ക് പൂഴിയിട്ടു. അങ്ങനെ എളിമപ്പെട്ട് പ്രാർത്ഥന ആരംഭിച്ചു. അത് ഉപവസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നതിൻ്റെ അടയാളം കൂടിയാണ്. അത് നമ്മൾ ചാക്കുടുത്ത് ചാരം പൂശി അല്ലെ പുഴി വിതറിക്കൊണ്ട് അവരെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദൈവസന്നിധിയിൽ എളിമപ്പെടാമോ അത്രമാത്രം എളിമപ്പെട്ട് അവർ പ്രാർത്ഥിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ജനം
ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ആവശ്യങ്ങൾ അല്ലെ വ്യക്തമായ നിയോഗങ്ങൾ ഉള്ളത് ഏറെ നല്ലതാണ്. ഏതെങ്കിലും ഒരു കാര്യം, അത് ആത്മീയമാകാം അല്ലെ ഭൗതിക മേഖലയിലുള്ള കാര്യങ്ങളാകാം, എന്തുമാവട്ടെ, അത് നേടിയെടുക്കാൻ വേണ്ടി, അത് സ്വന്തമാക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറെ അനുഗ്രഹപ്രദമാണ്. അങ്ങനെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിരുന്നു, അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചിരുന്നു ഉപവസിച്ച്, യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ഓരോ വിശ്വാസിയും ആത്മീയ ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉപവസിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത വചനം പറയുന്നു, അന്യ ജനതയിൽ നിന്ന് അവർ വേർപിരിഞ്ഞു. അതായത് അന്യ ജനതകളുടെ ആചാര അനുഷ്ഠാനങ്ങള്, അവരുമായിട്ട് ഇടപഴകുന്നതിലൂടെ കടന്നു വരുന്ന തിന്മയുടെ വഴികള്, അതൊക്കെ അവർ ഉപേക്ഷിച്ചു. അന്യ ജനതകളുമായിട്ട് അവർ വേർപിരിഞ്ഞു. ഇവിടെ ദൈവത്തിന്റെ ജനം സമ്മേളിച്ചു, അവർ എളിമപ്പെട്ടു, അവർ ചാക്കൊടുത്തു, അവര് ശിരസിലെ പൂഴി വിതറി. അടുത്ത പടി അവർ ചെയ്തത്, അവർ അന്യ ജനതകളിൽ നിന്ന് വേർപിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ അന്യ ജനതകളുമായിട്ട് കൂടിക്കലർന്നുകൊണ്ടുള്ള ആചാര അനുഷ്ഠാനങ്ങള് അവർ മുഴുകിയിട്ടുണ്ട്. അതെല്ലാം അവർ അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഓരോരുത്തരെയും ആത്മീയ ജീവിതത്തില്, ആത്മീയ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ക്രൈസ്തവമല്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തിന്മയുടെ വഴികളിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്, അന്ധവിശ്വാസങ്ങൾ കടിമപ്പെട്ടവരുണ്ട്. അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കണം. അവയെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അവർ എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ പാപങ്ങളും ഏറ്റുപറഞ്ഞു. അവിടെ സമ്മേളിച്ച ജനക്കൂട്ടം അവർ വ്യക്തിപരമായിട്ട് ചെയ്ത പാപങ്ങൾ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അവര് അനുതപിച്ചു. ആ വ്യക്തിപരമായിട്ട് നമ്മൾ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയണം. പാപകരമായ ജീവിതം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനമെടുക്കണം. ഇത് ആത്മീയ ജീവിതത്തില് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. പാപത്തിന്റെ വഴികള്, തിന്മയുടെ കൂട്ടുകെട്ടുകള്, ദുരാചാരങ്ങള്, ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിയുള്ള ജീവിതം, ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തില് നമ്മൾ വളർന്നു വരണം. യേശുവുമായിട്ടുള്ള ആഴപ്പെട്ട ആ ഒരു ബന്ധത്തിൽ നമ്മൾ വളരുകയും ഉപവസിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും അഭിഷേകവും ഒക്കെ നമുക്ക് ദൈവം തരും. നമ്മളെ കൂടുതൽ ബലമുള്ളവരും ശക്തരുമാക്കി മാറ്റുകയും ചെയ്യും. അത് നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾ മാത്രം ഏറ്റുപറഞ്ഞാൽ പോരാ. ഇവിടെ ദൈവത്തിന്റെ ജനമിത അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. കൂടാതെ അവരുടെ പിതാക്കന്മാർ ചെയ്ത, പൂർവികർ ചെയ്ത, തലമുറകൾ ചെയ്ത പാപങ്ങള്, അകൃത്യങ്ങള് ഏറ്റുപറഞ്ഞ് അവർ ദൈവത്തോട് മാപ്പ് ചോദിച്ചു. അത് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ പിതാക്കന്മാരുടെ തലമുറകളുടെ അറിഞ്ഞുമറിയാതെ ചെയ്ത പാപങ്ങൾക്കൊക്കെ നമ്മൾ മാപ്പ് ചോദിക്കണം. അതേറെ അനുഗ്രഹമാണ്. അങ്ങനെ മാപ്പ് ചോദിക്കുക മാത്രമല്ല, അവരുടെ ആത്മാവിന് വിടുതൽ കിട്ടുവാൻ വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. തലമുറകളിലൂടെ കടന്നു വന്ന അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ, തലമുറകളിലൂടെ കടന്നു വന്ന പാപത്തിന്റെ ബന്ധനങ്ങൾ, പാപ ആസക്തികള്, തിന്മയുടെ ശീലങ്ങളൊക്കെ വിട്ടുമാറണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ മനസ്സിന് കടുപ്പമുള്ള
ജഡികാസക്തിക്ക് അടിമപ്പെട്ട് പരസ്ത്രീ ബന്ധങ്ങളിലൊക്കെ മുഴുകി ജീവിച്ച ഒരു വ്യക്തി. എന്നോട് സംസാരിച്ച ആ ആധ്യാത്മിക വ്യക്തി പറയുകയാണ്, ആ വ്യക്തിയുടെ അതേ സ്വഭാവം തന്നെയാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. ആ പിതാവ് മരിച്ച ആ ദിവസമാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എൻ്റെ വല്യപ്പനുണ്ടായിരുന്ന അതേ പാപത്തിന്റെ പ്രവണത മുഴുവൻ അതിശക്തമായിട്ട് എന്നിലുണ്ടായിരുന്നു. ആധ്യാത്മിക ജീവിതത്തിലേക്ക് വന്നു, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ ഉപവസിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയണം, ഇപ്പോൾ ഞാൻ ആ ജഡിക പാപ മേഖലയിൽ നിന്നൊക്കെ ഒത്തിരിയേറെ വിടുതൽ പ്രാപിച്ചു, സ്വതന്ത്രനായി. അതായത് ആ പിതാവില് പ്രവർത്തിച്ച അതേ ആസക്തിയുടെ ആത്മാവ്, അരൂപിയുടെ ആത്മാവ്, അദ്ദേഹം മരിച്ചു പോയതിനു ശേഷം ആ അരൂപിയുടെ പ്രവർത്തനം എന്നിൽ ശക്തമായി. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ആത്മീയ ജീവിതത്തിലുള്ള വ്യക്തി പറയുകയാണ്, ഞാൻ പല ധ്യാനങ്ങൾ കൂടി പ്രാർത്ഥിച്ചു, അഭിഷേകമുള്ള വൈദികരുടെ കൈവെപ്പ് എനിക്ക് കിട്ടി. ഞാനിന്ന് പൂർണ്ണമായിട്ടും ജഡത്തിന്റെ ആസക്തിയിൽ നിന്നും തിന്മയുടെ ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. ആ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ അനുഗ്രഹമാണ് നമുക്ക്. പിതാക്കന്മാരെ വേട്ടയാടിയ പാപത്തിന്റെ ആത്മാവ്, അല്ലെ അവരിൽ കുടികൊണ്ട ജഡികാസക്തിയുടെ തിന്മയുടെ അരൂപികള്, അല്ലെ അവിശ്വാസത്തിന്റെ ദുരാത്മാവ്, സഭാവിരുദ്ധരുടെ ദുരാത്മാവ്, തിന്മയുടെ അരൂപികൾ, അവരെ വിട്ടുപോകണം. അവരിലൂടെ നമ്മളിലേക്ക് കടന്നുന്ന സ്വാധീനം നമ്മളെ വിട്ടുമാറണം. അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ട്. അവൾ ഉപവസിച്ച് നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവിക വിടുതലുകൾ നമുക്കും നമ്മുടെ തലമുറയ്ക്കും ലഭിക്കും. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേലെ ദൈവിക ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ പവർ നമുക്ക് കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. തുടർന്ന് പറയുന്നു, അകൃത്യങ്ങളും പാപങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിന്റെ കാൽഭാവം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിച്ചു. പിന്നീട് അവർ ചെയ്തത് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു, അനുദപിച്ചു. അതിനുശേഷം അവർ നിയമഗ്രന്ഥമെടുത്തു, ദൈവത്തിന്റെ വചനമെടുത്തു. എന്നിട്ട് അവര് ദിവസത്തിന്റെ കാൽഭാഗം എഴുന്നേറ്റു നിന്ന് ഈ വചനം വായിച്ചു. ദിവസത്തിന്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ വരും? 24ന്റെ പകുതി 12, 12ന്റെ പകുതി 6. ഒരു ദിവസത്തിന്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ സമയമെന്ന് നമുക്ക് കണക്കൂട്ടാം. 6 മണിക്കൂർ സമയം അവരെഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ വചനം വായിച്ചു. പഞ്ചഗ്രന്ഥികള്, നിയമഗ്രന്ഥങ്ങള് അവര് വായിച്ചുവെന്നാണ് ഇവിടെ നെഹെമ്യായുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അവൾ ഉപവസിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. വചനം വായിക്കണം. ഉപവസിക്കുന്ന ദിവസങ്ങളിൽ എത്ര സമയം ഇരുന്ന് വചനം വായിക്കാമോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾ വചനം വായിച്ചു കൊണ്ടേയിരിക്കുക. ആ വചനം നിങ്ങൾക്ക് വിശുദ്ധി നൽകും, വിടുതൽ നൽകും. ആ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിന്റെ വചനത്തിന് അസാധാരണമായ ശക്തിയുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം, ജീവന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ, അതനുസരിക്കുമ്പോഴെല്ലാം
നമ്മൾ അതിശക്തമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഉപവാസ ദിവസം ഇതാ, ആ ദിവസത്തിന്റെ കാൽഭാഗം അവർ എഴുന്നേറ്റ് നിന്ന് വചനം വായിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുന്നത്. ഉപവസിക്കുന്ന ദിവസം ഈ വചനം കേൾക്കുന്ന വ്യക്തികള് മനസ്സിൽ ഉറപ്പിക്കണം, നിർബന്ധമായിട്ട് വചനം വായിക്കണം. നിങ്ങൾക്ക് എത്ര സമയമിരുന്ന് വചനം വായിക്കാൻ പറ്റുമോ അത്രയും സമയമിരുന്ന് നിങ്ങൾ ഉപവാസ ദിവസം വചനം വായിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. നിങ്ങൾ വായിക്കുന്ന വചനം നിങ്ങളെ വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, രക്ഷയിലേക്ക് നയിക്കും. ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെല്ലാം വിശുദ്ധീകരിക്കും. ദൈവത്തിന്റെ വചനം നിങ്ങളെ കൂടുതൽ കൂടുതൽ അഭിഷേകത്തിന്റെ വ്യക്തികളാക്കി മാറ്റുകയും ചെയ്യും. അവർ അവിടുത്തെ ആരാധിക്കുവാൻ സമയം ചെലവഴിച്ചു. വചന വായനയ്ക്ക് ശേഷം അവർ ചെയ്തത് എന്താണ്? അവർ ദൈവത്തെ ആരാധിച്ചു. യേശു എന്താ പറഞ്ഞത്? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകരെയാണ് അവിടുന്ന് അന്വേഷിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം, പാട്ടുകൾ പാടി ആരാധിക്കണം, ആത്മാവിൽ നിറഞ്ഞ് ഭാഷാവർത്തി പ്രാർത്ഥിക്കണം. ആത്മാവിലുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരണം. ഇവിടെ നമ്മൾ കണ്ട കാര്യങ്ങള് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ആത്മീയ മനുഷ്യൻ, അല്ല ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ, അല്ല ഒരു സുവിശേഷ പ്രഘോഷകൻ, അല്ല ഒരു കൗൺസിലർ, നിങ്ങളൊരു ശുശ്രൂഷകനാണോ? ഈ വചനഭാഗത്തെ കൂടുതൽ നിങ്ങൾ സംശീകരിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്നു, 5 പോയിന്റാ പറയുന്നത്. ഒന്ന്, അവര് ചാക്കൊടുത്ത തലയില് ചാരം വിതറി എന്ന് പറഞ്ഞാൽ എളിമപ്പെട്ടു. വിജാതീയമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതായത് വിജാതീയ ആചാര അനുഷ്ഠാനങ്ങള് അത് പൂർണ്ണമായിട്ട് അവർ ഉപേക്ഷിച്ചു. തുടർന്ന് അവർ പാപങ്ങളും അകൃത്യങ്ങളും ഏറ്റുപറഞ്ഞു. സ്വന്തം പാപങ്ങളും പിതാക്കന്മാരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഏറ്റുപറഞ്ഞ് അനുദപിച്ച് അവര് പ്രാർത്ഥിച്ചു. തുടർന്ന് ആ ദിവസത്തിന്റെ ഉപവാസ ദിവസത്തിന്റെ കാൽഭാഗം ദൈവവചനം എഴുന്നേറ്റ് നിന്ന് അവർ വായിച്ചു. തുടർന്ന് അവർ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. അത് ശരിക്കും ഒരു വചനവായനയിലേക്കും ദൈവാരാധനയിലേക്കും എളിമപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നാൽ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമ്മുടെ ഭൗതിക ജീവിതത്തില് തടസ്സം നിൽക്കുന്ന മേഖല എന്താണോ, സകല തടസ്സങ്ങളെയും തകർക്കുന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. ഉണ്ട് ഉപവസിച്ചുള്ള പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി നമ്മൾ തിരിച്ചറിയണം. ഉപവസിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ നിങ്ങൾ മനസ്സു കാണിച്ചാൽ നിങ്ങളുടെ ഭൗതിക ജീവിത മേഖലകളിലെ സകല തടസ്സങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് തകർക്കും. വിവാഹ തടസ്സം, ജോലി തടസ്സം, സാമ്പത്തിക കടബാധ്യതയിൽ ഉള്ള പ്രതിസന്ധികള്, വിദ്യാഭ്യാസമേറെ തടസ്സം, വിദേശത്ത് പോകാൻ തടസ്സം, എന്ത് മേഖലയിൽ നിങ്ങൾ തടസ്സം അനുഭവിക്കുന്നുണ്ടോ എല്ലാ തടസ്സങ്ങളെയും തകർക്കാനുള്ള വഴി നിരന്തരമായ ഉപവാസം, പ്രാർത്ഥന, വചനവായന. എത്രമാത്രം എളിമപ്പെടാമോ എളിമപ്പെട്ട് ദൈവത്തോട് ചേർന്നിരിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ, വലിയ രീതിയിൽ വഴികളെ കർത്താവ് തുറന്നു വന്ന് നിങ്ങളെ സഹായിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. ഉപവസിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. കൂടുതൽ
തീഷ്ണതയുള്ളവരായി നിങ്ങൾ മാറുക. യേശുവേ, ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉപവസിക്കാനുള്ള കൃപ, എളിമപ്പെടാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം വയ്ക്കണമേ. എല്ലാ രോഗികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. നിയമാവർത്തനം 7:15 രോഗങ്ങളെല്ലാം അവിടെ നിന്ന് നീക്കിക്കളയും. കർത്താവെ, ഈ വചനം കേൾക്കുന്ന വ്യക്തിയുടെ രോഗങ്ങളും ജീവിതാവശ്യങ്ങളും ഭാരങ്ങളെല്ലാം സമർപ്പിക്കുന്നു. എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാറാ രോഗങ്ങളും തീരാവ്യാധികളും മാറിപ്പോവട്ടെ. അടഞ്ഞ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ആമേൻ. 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളിലായിരുന്നു. ഒത്തിരി ചികിത്സയൊക്കെ ചെയ്തതാണ്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനപ്പെട്ടില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. കർത്താവ് ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പല ട്രീറ്റ്മെൻറ്റുകളും നടത്തി, പക്ഷേ കുഞ്ഞുങ്ങളൊന്നും ആയില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് എറണാകുളത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടും കുട്ടികളാകാഞ്ഞിട്ട് ഞങ്ങൾക്ക് ധ്യാനം കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ധ്യാനം കൂടാൻ സാധിച്ചില്ല. അങ്ങനെ ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്യുകയും ധ്യാനം കൂടാനായിട്ട് ഇവിടെ ആദ്യത്തെ മാസം വന്നു. പക്ഷേ എൻ്റെ ജോലിയുടെ ലീവിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇവിടെ വന്ന് ധ്യാനം കൂടാൻ സാധിക്കാതെ തിരിച്ചു പോകേണ്ടി വന്നു. പിറ്റത്തെ മാസം ഞങ്ങൾക്ക് ധ്യാനം കൂടാൻ വരാൻ സാധിക്കുകയും ഇവിടെ വന്ന് ധ്യാനം കൂടുകയും ചെയ്തു. ധ്യാനം കൂടി ധ്യാനം തീരുന്നതിൻ്റെ തലേ ദിവസം സാബു ബ്രദർ രാത്രിയിൽ ആരാധന കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതികളെ എഴുന്നേറ്റ് നിന്ന് നിൽക്കാൻ പറയുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പം ബ്രദർ പറഞ്ഞു, ജസ്റ്റിൻ എന്ന ഒരാളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ച് വീട്ടിൽ തിരിച്ചു പോവുകയും പിറ്റത്തെ മാസം തന്നെ നവംബറിൽ തന്നെ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. ശേഷം വീണ്ടും 3-ാമത്തെ മാസം സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ തലയുടെ പുറകിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് പറയുകയും ഇവിടെ കോട്ടയം മെഡിസ്കാനിൽ വന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. രാത്രി 10 മണിയൊക്കെ ആയപ്പം ബ്രദർ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ബ്രദർ പ്രാർത്ഥിക്കാം, അത് വയറെ കൈവിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുകയും പിറ്റേ ദിവസം ഞങ്ങളിവിടെ കോട്ടയം വന്ന് സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ലെന്ന് തെളിയുകയും ചെയ്തു. അതുപോലെ തന്നെ വീണ്ടും എൻ്റെ ജോലി തുടർന്നുകൊണ്ട് തന്നെ പോയിരുന്നു. അങ്ങനെ 8-ാം മാസമായപ്പം ഫ്ലൂയിഡ് ലീക്ക് ആവുകയും 8-ാം മാസത്തിൽ കുഞ്ഞ് പ്രസവവേദന ഉണ്ടായി. ഹോസ്പിറ്റൽ അപ്പോൾ കൊറോണയുടെ സമയമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലിലൊന്നും എടുത്തില്ല. കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെല്ലുകയും 3-ാം ദിവസം ഒരു കുഴപ്പമില്ലാതെ 32 വീക്സിൽ നോർമൽ ഡെലിവറിയോടുകൂടെ കുഞ്ഞുണ്ടാവുകയും ചെയ്തു. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവ് മക്കളെ തരും. 3 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ, ദാനിയേലിനെ കർത്താവ് നൽകി, അല്ലേ? അനുഗ്രഹിച്ചു. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ.